ഒട്ടാകെ ചീന്ത് വന്നിട്ട് അടുക്കളയെല്ലാം അടുക്കളയിൽ തീരെ അടുപ്പ് കത്തിച്ചൂടാ, അടുപ്പിൻ്റെ അകത്തെല്ലാം വടകരയിൽ തെങ്ങ് കടപുഴകി വീണ വീടിന് കേടുപാട്. മേപ്പയിൽ മഹാരാജാസ് കോളേജിന് സമീപം നെടിയപറമ്പത്ത് ചന്ദ്രികയുടെ വീടിന് മുകളിലാണ് തെങ്ങ് കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് സംഭവം. കനത്ത മഴയിലും കാറ്റിലും തെങ്ങ് കടപുഴകി വീടിന് മുകളിൽ പതിക്കുകയായിരുന്നു. കോൺക്രീറ്റ് വീടിന്റെ ചുമരുകളിൽ വിള്ളൽ വീണിട്ടുണ്ട്. മേൽക്കൂരയ്ക്ക് സാരമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. മഴയിൽ വെള്ളം അകത്തേക്ക് ഊർന്നിറങ്ങുകയാണ്. ഇതേ തുടർന്ന് വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വിവരമറിഞ്ഞ വാർഡ് കൗൺസിലറും നാട്ടുകാരും സ്ഥലത്തെത്തി. ചന്ദ്രിക വീട്ടിൽ തനിച്ച് താമസിക്കുകയാണ്. പിന്നെ ഇന്നലെ രാത്രി ഒരു 10 മണിയായി ഇങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഭയങ്കര കാറ്റും മഴയേനും അന്നേരം വീണതാണ്. പിന്നെ ഞാൻ തനിച്ചേ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ കുട്ടികളാരും ഇല്ല ഇവിടെ, കല്യാണം കഴിച്ച വീട്ടിലാന്നുള്ള. പിന്നെ ഇവിടെ പിന്നെ ഈ പാർട്ടിക്കാരെല്ലാം വന്ന് എല്ലാം വീടിയ കടയിലുണ്ട്. ഞാൻ പോയി കൂട്ടിക്കൊണ്ട് എന്നേരം അവരും അറിയും. അവരതിൻ്റെ മുന്നേ ഒച്ചോട്ട് വന്നു നോക്കിയേ. പിന്നെ ഞാനതറിയില്ല ഉള്ളിന്ന് അകത്തുനിന്ന്. അന്നേരം പിന്നെ അവർ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് വന്നേരം പിന്നെ ഉള്ളിലെല്ലാം കാര്യമെല്ലാം നോക്കി. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു ഇവിടെ താമസിക്കണ്ട, വേറെ വീട്ടിൽ പോയി താമസിച്ചു, നാളെ നമുക്ക് അതെല്ലാം സംസാരിക്കാൻ പറയുക, അന്നേരം എല്ലാവരെയും കാണാമെന്നെല്ലാം പറഞ്ഞു. നഷ്ടം വെച്ചാൽ പിന്നെ ഒട്ടാകെ ചീന്ത് വന്നിട്ട് അടുക്കളയെല്ലാം അടുക്കളയിൽ തീരെ അടുപ്പ് കത്തിച്ചൂടാ, അടുപ്പിൻ്റെ അകത്തെല്ലാം പിന്നെ ഭക്ഷണം വെക്കുന്നുണ്ട് അതിൻ്റെ അകത്തും പിന്നെ ഇന്നലെ വെച്ചാൽ ഇന്നലത്തെ ഈ തെങ്ങ് വീണതിൻ്റെ ശേഷം ജാസ്തി ചോർന്ന് ഒഴിച്ചിട്ട് എല്ലാ അകത്തേക്കാളെ. പിന്നെ ഒട്ടാകെ അതൊക്കെ കോലായിലെല്ലാം അങ്ങനെ തന്നെ ഇന്നലെ പൊട്ടിയതാ. ഇതുള്ളിലുണ്ട് അങ്ങനെ ചെയ്ത് ഒട്ടാകെ പൊട്ടീന് പോക്കാ വീട്. അത് തന്നെ പറയാന്ന് വെച്ചാൽ 10:30 ഇന്നലെ ഈ സംഭവം നടന്നത്. എല്ലാവരും ഉറങ്ങി, അടുത്ത വീട്ടുകാരെല്ലാം ഉറങ്ങിയിട്ടുണ്ടാവും. ഇവർ ഒറ്റക്കാണല്ലോ താമസിക്കുന്നത്. അടുത്ത കടയിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ എന്തോ സൗണ്ട് കേട്ട് വന്നപ്പോൾ പിന്നെ ഇവിടെ ഒന്നും കാണുന്നില്ല. കാരണം വെച്ചാൽ തെങ്ങ് മുഴുവനും വാർപ്പിൻ്റെ മേലെയാണുള്ളത്. അപ്പോൾ കുട്ടികൾ തിരിച്ച് വന്ന് വീണ്ടും ഇവർ എന്തോ ഒച്ച കേട്ട് പുറത്ത് വന്ന് ഇവിടുത്തെ ചന്ദ്രേച്ചി പോയിട്ട് കുട്ടികളെ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചപ്പോഴാണ് എന്നെ വിവരം അറിയിച്ചത്. അപ്പോൾ ഞാൻ രാത്രി അന്നേരം തന്നെ വന്ന് ഇവിടെ വന്ന് വീട്ടിൽ ഉള്ളിക്കയറാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നല്ല മഴയാണ്. അപ്പോൾ ഇവരെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്തായാലും ഇവരെ വളരെ ദയനീയ അവസ്ഥയിലാണ്. അപ്പോൾ ഇത് വീട് എന്ന് പറഞ്ഞപ്പോൾ മഴക്കെടുതി മൂലമായി ഉണ്ടാകുന്നുള്ളത് നമ്മൾക്ക് വളരെ യാഥാർത്ഥമായൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അത്രയും ശക്തിയായ മഴയാണ്. അപ്പോൾ ഇവരെ ഇതിൽ താമസിപ്പിക്കുവാൻ ഇനി എന്തായാലും പറ്റൂല. ഇനിയിപ്പോൾ എന്തായാലും അതിനുള്ളൊരു വഴി എന്തായാലും എല്ലാ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്.